നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം, CPM-നെ മലർത്തിയടിച്ചുകൊണ്ട് നേടിയ വിജയം, അത് കോൺഗ്രസിൽ കരുത്തനാക്കിയത് മറ്റാരെയുമല്ല, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയായിരുന്നു. എന്തുമാത്രം ആക്രമണങ്ങൾ, എന്തുമാത്രം മാധ്യമ വിചാരണകളാണ് കഴിഞ്ഞ 1-2 മാസത്തിനിടയിൽ VD സതീശൻ എന്ന നേതാവ് നേരിട്ടത് എന്നതുകൂടി പരിശോധിക്കുമ്പോഴാണ് ഒരു നേതാവിന്റെ മധുര പ്രതികാരമായ തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ നേടിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. സർക്കാരിനെതിരെ കഴിഞ്ഞ 5 വർഷക്കാലം വലിയ ആക്ഷേപങ്ങളും വലിയ ആരോപണങ്ങളും നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് കൈ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിച്ച നേതാവായിരുന്നു VD സതീശൻ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് VD സതീശന്റെ കാലിടറിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ലഭിച്ചപ്പോൾ അതിൽ നടപടി ആരംഭിച്ചത് VD സതീശന്റെ ശാഠ്യപ്രകാരമായിരുന്നു. ഒടുവിൽ ആ ആരോപണങ്ങൾ, ആ സ്ത്രീ പീഡന ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് VD സതീശൻ വാശി പിടിച്ചു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ, അല്ലെങ്കിൽ കലങ്ങി തെളിയട്ടെ, അതിനുശേഷം മതി നടപടി എന്ന ചില താല്പര്യമായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാട് സ്വീകരിച്ചു VD സതീശൻ. അത് നടക്കുകയും ചെയ്തു. എന്നാൽ പിന്നാലെ VD സതീശനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം രൂപപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭാഗം. അതിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ചില ആളുകളുടെ, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉടുപ്പ് തച്ചിരിക്കുന്ന ചില ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ VD സതീശൻ എന്നൊരു നേതാവിനെ കേരളത്തിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു പ്രതീതി നമ്മൾ കണ്ടതാണ്. 2026 തെരഞ്ഞെടുപ്പിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകില്ല. 2026 തെരഞ്ഞെടുപ്പിൽ VD സതീശനെ നേതാവാക്കി തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കോൺഗ്രസ് പാർട്ടിക്ക് പരാജയം സംഭവിക്കും. അതുകൊണ്ട് VD സതീശനെ അധികം വൈകാതെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം. കേരളത്തിലെ വലിയ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് ചെയ്തത്. VD സതീശൻ വിഭാഗം പോലും ഇത്രത്തോളം വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കില്ല. എങ്കിലും തന്റെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല VD സതീശൻ എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ പ്രസക്തി. കൂടുതൽ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നപ്പോൾ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും പുറത്താക്കണമെന്നും VD സതീശൻ ആവശ്യം പറഞ്ഞു. ഒടുവിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധം VD സതീശൻ നടത്തി. VD സതീശൻ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ, എന്തിനു പറയുന്നു KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇത്തരം വിഷയത്തിൽ പ്രതികരണവുമായി വന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ അല്പം പിന്നോട്ട് പോയോ VD സതീശൻ ഈ ഇത്തരം നിലപാടുകളിൽ നിന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം തനിക്കെതിരെ വരുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ സൈബർ വെട്ടുകിളികൾ, വലിയ ആക്ഷേപങ്ങളാണ് സൈബർ ഇടത്തിൽ VD സതീശനെതിരെ ഉയർത്തിയത്. എന്നാൽ കേരളത്തിലെ പൊതുജനം, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ കോൺഗ്രസുകാർ, കേരളത്തിലെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒക്കെ VD സതീശനായിരുന്നു ശരിയെന്ന് ഇപ്പോൾ ഉറച്ചു പറയുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. BJP നേട്ടമുണ്ടാക്കിയെങ്കിൽ പോലും, BJPയുടെ നേട്ടം നമ്മൾ കാണാതെ പോകാതിരുന്നാൽ പോലും, കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു നേതാവ് അത് VD സതീശൻ തന്നെയാണ്. കേരളത്തിലെ CPM-നെതിരെ ഒറ്റയ്ക്ക് പട നയിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചത് VD സതീശൻ തന്നെയാണ്. ആ കൊല്ലമടക്കമുള്ള കോർപ്പറേഷനുകളിൽ CPM-നെ മൂക്കു കുത്തിച്ചതിന്റെ പിന്നിൽ VD സതീശന്റെ നിശ്ചയദാർഢ്യമുണ്ട്. VD സതീശന്റെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു. അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരം ലഭിക്കുമ്പോൾ ആദ്യ സ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് ആദ്യമായി പരിഗണിക്കുന്ന വ്യക്തി
VD സതീശൻ തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ആദ്യം ഉരുളുന്ന തലകളിലൊന്ന് VD സതീശന്റേത് മാത്രമാകുമായിരുന്നു, മറ്റാരുടെയും തല ഉരുളുമായിരുന്നില്ല. എന്നാൽ പരാജയപ്പെടുമ്പോൾ ഉരുളേണ്ട തല VD സതീശന്റേതായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിജയം വന്നപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ട തല, കിരീടം വെക്കേണ്ട തല അത് VD സതീശന്റേതാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം.